ഇന്ന് വെളുപ്പിനെ ഞാനുണ്ടല്ലോ ചന്ത വരെ ഒന്ന് പോയേ. കുറച്ച് കാറ്റുമീൻ മേടിക്കാൻ വേണ്ടി പോയത്. എന്നാ വെച്ചാൽ ഇപ്പോൾ ട്രോളിംഗ് ഒക്കെ ആയതുകൊണ്ട് നമുക്കിങ്ങനെ മറ്റേ മീൻ കിട്ടത്തില്ലല്ലോ, ഭയങ്കര വിലയുമാണ് മറ്റേ മീനെല്ലാം. അപ്പോൾ അത് കാരണം എനിവേ ഞാൻ അവിടം വരെ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ടല്ലോ അവിടെ കരിമീനുണ്ട്. മത്തിക്കൊക്കെ കിലോ 300 രൂപ വിലയാണ്. അപ്പോൾ ഞാൻ കരിമീൻ കണ്ടുകൊണ്ട് ഇച്ചിരി എൻ്റെ ഒരു ഫ്രണ്ടൊക്കെ അവിടെ ബിസിനസ് ചെയ്യുന്നത് കൊണ്ട് അവരെനിക്ക് കുറച്ച് ലാഭത്തിൽ തന്നേ. 250 രൂപയ്ക്ക് 3 കരിമീൻ കിട്ടി. അതിന് എന്തെങ്കിലും ആട്ടെന്ന് കണ്ട് ഞാൻ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അത് കൊണ്ടുവന്നപ്പോഴത്തേക്കിനും പിന്നെ ഞാൻ തന്നെ അത് വെട്ടാനുള്ള പരിപാടിയിലേക്ക് നീങ്ങി. എൻ്റെ രാവിലത്തെ പണിയെല്ലാം ഒതുക്കി വെച്ച ശേഷം പിന്നീട് ഞാനിത് വെട്ടുക കേട്ടോ. നമ്മൾക്ക് കരിമീൻ വെട്ടാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും പറയൂ കരിമീനും അതെങ്ങനെ വെട്ടിയെടുക്കും, ഭയങ്കര പാടല്ലേ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ അതൊന്നുമില്ല, വളരെ ഈസിയാണ് കരിമീൻ വെട്ടാൻ. നമ്മൾ സാധാരണ പോലെ സിസർ എടുത്തിട്ട് നമ്മൾ 2 സൈഡും കട്ട് ചെയ്ത് കളയുക. തല സാധാരണ പോലെ നമ്മൾ പൊക്കിയെടുക്കുക. ഇത് തുറന്നകത്തെ അഴുക്കെല്ലാം കളയുക. വളരെ എളുപ്പമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് മറ്റു മീനേക്കാട്ടും എളുപ്പമാണ് എനിക്ക് കരിമീൻ വെട്ടാൻ. അപ്പം നമ്മൾ അതിന് ശേഷം അതിനകത്ത് വേണമെങ്കിൽ അതിൻ്റെ കരിമീൻ്റെ ഇതുപോലെ തന്നെ മീൻ്റെ മുട്ടയുണ്ട്, അത് വേണ്ടവർക്ക് എടുക്കാവുന്നതുമാണ്. പിന്നെ അതിൻ്റെ ഇതുപോലെ വാലും കളഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നറിയാവോ, ഉപ്പിട്ട് നമ്മൾ ചട്ടിക്കകത്ത് എപ്പോഴും നമ്മൾ ഉപ്പ് കരുതണമല്ലോ, മീനാകുമ്പോൾ എപ്പോഴും ഉപ്പ് വേണം. അപ്പം ഉപ്പ് നമ്മൾ കല്ലുപ്പ് എടുക്കണം കേട്ടോ, അതാണ് ഏറ്റവും ബെസ്റ്റ്. മീൻ കഴുകാൻ എപ്പോഴും നമുക്ക് പൊടി ഉപ്പല്ല, അത് കല്ലുപ്പ് മേടിച്ച് വെക്കുക. മീൻ കഴുകാൻ വേണ്ടി തന്നെ നമുക്ക് കല്ലുപ്പ് കിട്ടും, അത് നമ്മൾ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുക. അതുകൊണ്ട് നമ്മൾ നല്ലൊരു പാറക്കല്ലെടുത്തിട്ട് ഈ പാറക്കല്ലെ വെച്ച് നമ്മൾ ഈ കരിമീനെ നന്നായിട്ട് തേക്കണം. കരിമീൻ നന്നായിട്ട് ഇതുപോലെ ഉപ്പ് പുരട്ടിയിട്ട് നന്നായിട്ട് തേച്ച് വിട്ടാൽ ഉണ്ടല്ലോ കരിമീൻ നല്ല ക്ലീൻ ആകും. നമുക്ക് അതിൻ്റെ ചെതുമ്പൽ മൊത്തം അടന്നു പോകും. ഇത് കണ്ടില്ലേ, ചെതുമ്പലെല്ലാം മൊത്തം പോവുകയാണ്. വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ആരുടെയും സഹായം വേണ്ട, നമുക്ക് തന്നെ വീട്ടിൽ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ രീതിയിൽ ചെയ്യുക. പിന്നെ അഥവാ നമ്മളെല്ലാം നന്നായിട്ട് കഴുകി അതിനുശേഷം നമുക്ക് തോന്നുവാണെങ്കിൽ ഇച്ചിരൂടെയൊക്കെ ക്ലീൻ ആകാനുണ്ട്, കുറച്ചുകൂടെയൊക്കെ ചെതുമ്പൽ പോകാനുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും നമ്മുടെ ആ കല്ലിലിട്ട് ഒന്നും കൂടെ നമ്മളൊന്ന് ഉരച്ച് എല്ലാ സൈഡും കൂടെ ഒക്കെ ഒന്നുകൂടെ ഉരച്ച് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ക്ലീൻ ആകുകയും ചെയ്യും. പിന്നെ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കരിമീൻ ഫ്രൈ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം, മണവും ടേസ്റ്റും ഒക്കെ ആണല്ലോ അതിനെ, പിള്ളേർക്കൊക്കെ. നമ്മൾ ഒരുപാട് നാളായി കരിമീൻ ഫ്രൈ കൂട്ടിയിട്ട്. അപ്പം ഇന്ന് അത് കാരണം കരിമീൻ ഫ്രൈ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പിള്ളേർക്കൊക്കെ ഭയങ്കര സന്തോഷം. ചോറുണ്ണാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചോറായോ എന്നും പറഞ്ഞ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ. അപ്പം ഞാനത് കാരണം പെട്ടെന്നെല്ലാം റെഡിയാക്കുകയായിരുന്നു. അപ്പം നമ്മൾ ഈ കരിമീൻ എൻ്റെ മോള് പറഞ്ഞ് ഞാൻ ഇലക്കകത്ത് പിള്ളേർക്ക് വറക്കാവുന്നതാണ് ഇരുന്നത്. അപ്പം എൻ്റെ മോള് പറഞ്ഞ് ഇലയൊന്നും വേണ്ട, അല്ലാതെ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്യാം, പിള്ളേർക്ക് മാത്രം ഞാൻ എണ്ണയ്ക്കകത്ത് ഫ്രൈ ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ ഈ കരിമീൻ വെട്ടുമ്പോഴല്ലോ അതിൻ്റെ തല മാത്രം നമ്മൾ വെട്ടി അങ്ങ് മാറ്റി വെക്കണം. എന്നാന്ന് വെച്ചാൽ എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമ്മൾ വറക്കാൻ എടുക്കുക. ഈ തലയും വേണേൽ അതിൻ്റെ വാലിൻ്റെ ഭാഗമൊക്കെ കണ്ട് നമുക്ക് വേണമെങ്കിൽ ചെറിയൊരു നമുക്ക് കരിമീൻ ഫിഷ് മോളി അല്ലെങ്കിൽ നമുക്ക് കരിമീൻ പപ്പാസോ ഒക്കെ നമുക്ക് വെക്കാവുന്നതാണ്. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ഉള്ളതുകൊണ്ട് നമുക്കതൊന്നും നടക്കത്തില്ല. അപ്പം നമ്മൾ ഈ രീതിയിൽ വേണം ചെയ്യുവാൻ. എന്നിട്ട് നമ്മൾ സാധാരണ പോലെ പിച്ചാത്തി എടുത്ത് നന്നായിട്ട് വരഞ്ഞു കൊടുത്തിട്ട് ഈ കരിമീനകത്ത് നമ്മളല്ലോ എല്ലാ മസാലകൾ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മഞ്ഞൾ പൊടി വേണം, കുരുമുളക് പൊടി വേണം, ഏറെ കുരുമുളക് പൊടി എടുക്കണം, ഗരം മസാല പൊടി വേണം, നല്ല മുളക് പൊടി വേണം, നല്ല ഉപ്പ് വേണം, ആവശ്യത്തിന് ഉപ്പും. ഇത്രയും നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയ ശേഷം നമ്മൾ നന്നായിട്ട് പുരട്ടി കൊടുക്കുക. പിന്നെ വേണ്ടവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില ആൾക്കാരെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ചതച്ച് പേസ്റ്റ് പോലെ ആക്കി അതിനകത്ത് കറിവേപ്പിലയൊക്കെ ചേർത്ത് അതിനകത്ത് ചെയ്യുന്നവരുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ വീട്ടിലുള്ള വലിയവർക്ക് വേണ്ടി ഞാൻ പിന്നെ അത് ഇലക്കകത്താക്കി പിള്ളേർക്ക് ഞാനൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇലക്കകത്ത് വലിയവർക്കായതുകൊണ്ട് അവിടെ സ്വല്പം എണ്ണയുണ്ട്, അതിനകത്തോട്ട് തന്നെ ഞാൻ വേറെ എണ്ണയൊന്നും വേണ്ട, അതിനകത്തോട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കരിമീനെ ഇതുപോലെ വെച്ച് ഇലക്കകത്ത് പൊതിഞ്ഞ് വേറൊരു ഇലയും കൂടെ വെച്ച് അത് മൂടി വെക്കണം. മൂടി വെച്ചില്ല എന്താണെന്നറിയാം, അതിൻ്റെ മണമൊക്കെ വെളിയിൽ പോകും. അങ്ങനെ നമ്മൾ അത് ഒരിക്കലും ഒരു മീൻ വറക്കുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ അടച്ച് മീനിൻ്റെ ആ സ്മെല്ലൊക്കെ അതിനകത്ത് നിൽക്കണം. അങ്ങനെ മീൻ അടച്ച് വെച്ചാൽ മീൻ നന്നായിട്ട് വേകുകയും നല്ല രീതിയിൽ അത് ഒരുപാട് ഫ്രൈ ആയി പോകാതെ നല്ലോണം ആകുകയും ചെയ്യും. ഞങ്ങളുടെ നല്ല മഴ പെയ്തു കേട്ടോ. ആ മഴ പെയ്ത സമയം കൊണ്ട് എനിക്ക് ചോറ് കൊടുക്കാനുള്ള സമയമായി. എനിക്കും ഭയങ്കര വിശപ്പാണ്.